തന്നെ നടി ഹണി റോസിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ ജാമ്യം ലഭിച്ച ബോബി ചെമ്മണ്ണൂർ ഇന്ന് പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. ഇന്നലെ ജാമ്യോത്തരവ് ലഭിച്ചെങ്കിലും ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തന്നെ തുടരുകയായിരുന്നു. റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുടുങ്ങി പുറത്തിറങ്ങാൻ കഴിയാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജയിലിൽ തന്നെ തുടരുകയാണ് എന്ന് ബോബി അറിയിച്ചു എന്നായിരുന്നു അഭിഭാഷകരുടെ വിശദീകരണം. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആൾ ഇങ്ങനെയൊക്കെയാണ്. വാർത്തകളിൽ നിറയാൻ വേണ്ടി അദ്ദേഹം എന്തും ചെയ്യും. അതിപ്പോ ദ്വയാർത്ഥ പ്രയോഗമാണെങ്കിൽ അങ്ങനെ, അതല്ല ഡാൻസ് ആണെങ്കിൽ അങ്ങനെ. ഏറ്റവും അവസാനം ജയിലിലെത്തിയപ്പോൾ അദ്ദേഹം അവിടെയും ഒരു ബോബി ഷോ നടത്തുകയാണ്. ഈ ഷോ ഇന്ന് അവസാനിക്കുമോ? ശ്രീജ, അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ജയിലിലാണ് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് ചില മാനദണ്ഡങ്ങളും കാര്യങ്ങളും ഉണ്ട്. തനിക്ക് ഇവിടെ തുടരണമെന്ന് നിർബന്ധം പിടിച്ചാലൊന്നും അങ്ങനെ അവിടെ താമസിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ലല്ലോ ജയിലിൽ നിന്നൊക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇന്ന് അത്തരം കാര്യങ്ങളിൽ ഇടപെടലുകളുണ്ടാവും. ഔദ്യോഗികമായൊരു വിശദീകരണം രേഖകളുമായി ഇവിടേക്ക് എത്തിയില്ല എന്നതാണ്, ആ സമയത്ത് എത്തിയില്ല എന്നതാണ് ഔദ്യോഗികമായി നൽകുന്ന ഒരു ഭാഷ്യം. അവിടേക്ക് രേഖകൾ കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു സമയക്രമമുണ്ട് ജയിലിലെല്ലാം ആകുമ്പോൾ. അപ്പോൾ അവിടേക്ക് ആ രേഖകൾ എത്താത്തത് കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാഞ്ഞതെന്നാണ് ഔദ്യോഗികമായ ഒരു വിശദീകരണം വരുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ബോബി ചെമ്മണ്ണൂരുമായി അടുത്തൊരു കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് ജയിലിൽ കഴിയുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. കാരണം അവിടെ ഈ റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും അതോടൊപ്പം തന്നെ ജാമ്യം ലഭിച്ചിട്ടും മതിയായ രേഖകൾ, ബോണ്ട് അടക്കമുള്ള കാര്യങ്ങൾ സമർപ്പിക്കാൻ കഴിയാത്ത പോകുന്നവർ, അപ്പോൾ അവർക്കെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം എന്നാണ് അദ്ദേഹത്തോട് അടുത്ത ആളുകൾ പറയുന്നത്. അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ തുടരുന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഒപ്പം മാധ്യമങ്ങളുടെ കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിലേക്ക് ഇന്ന് രാവിലേക്ക് അത്തരം കാര്യങ്ങൾ ക്രമീകരിക്കുന്നതെന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അങ്ങനെ ആരോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കഥകളും പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് പുറത്തിറങ്ങും എന്ന് തന്നെയാണ്. കാരണം ജാമ്യം ഇന്നലെ കോടതി അനുവദിച്ചതാണ്. അതിൻ്റെ രേഖകൾ ഹാജരാക്കാൻ ഒരുപക്ഷെ ഇന്നലെ വൈകിട്ട് ഹാജരാക്കുന്നതിന് അവിടെ ഈ രേഖകളുമായി അവിടേക്ക് എത്തിച്ചേരാനുള്ളൊരു സമയവും കാര്യവും എല്ലാം തന്നെ പറഞ്ഞേക്കാം. പക്ഷേ ഇന്ന് അതിനെല്ലാത്തിനും സമയം ലഭ്യമായിട്ടുണ്ട്. അവിടെ എത്തേണ്ടതുമാണ്. ഇതിൽ ഇനി എന്ത് നിലപാട് ജയിലധികൃതർ സ്വീകരിക്കുന്നു എന്നതാണ്. ഈ ബോണ്ടും അവിടെ സാധനങ്ങളും എല്ലാം തന്നെ കോടതി ആവശ്യപ്പെട്ട പ്രകാരം 2 ആൾജാമ്യവും മറ്റ് ഉറപ്പുകളും എല്ലാം തന്നെ കോടതിക്ക് സമർപ്പിച്ച ഒരാളാണ്. 2 ദിവസത്തോളം ഒരു ദിവസം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകൻ കിടഞ്ഞ് വാദമുന്നയിക്കുകയും നിരവധിയായ ഉറപ്പുകൾ ആ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം അംഗീകരിച്ചതിന് ശേഷം, ഇതെല്ലാം പ്രതിഭാഗം അംഗീകരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതെങ്കിൽ അത് പക്ഷേ അതൊരു വിവാദത്തിലേക്ക് അടക്കം നീങ്ങിയേക്കാം. ഇന്നലെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ ഔദ്യോഗിക തലത്തിൽ വിശദീകരിക്കപ്പെട്ടേക്കാം. കാരണം രേഖകൾ എത്താൻ വൈകി എന്നെല്ലാം പറഞ്ഞേക്കാം. പക്ഷേ ഇന്നതിന് അങ്ങനെ ഒരു ഔദ്യോഗിക ഭാഷ്യം നൽകാനായിട്ട് സാധിക്കുകയില്ല. കൃത്യമായൊരു മറുപടിയും കാര്യങ്ങളും ആ കാര്യത്തിൽ വേണം. അങ്ങനെയെങ്കിൽ അതിൽ ഒരുപക്ഷെ ജയിലധികൃതരും മറ്റ് ഔദ്യോഗികമായിട്ട് തന്നെ ഏതെങ്കിലും രീതിയിലൊരു നിലപാടും കാര്യങ്ങളും എടുത്തേക്കാം. അങ്ങനെ ഒരു സമരപ്രഖ്യാപനം നടത്തി അതിനകത്ത് ജയിലിനകത്ത് തുടരാൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. എന്തായാലും അക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു പൂർണ്ണമായൊരു വ്യക്തത വരും എന്ന് തന്നെയാണ്, രാവിലെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ പുറത്തിറങ്ങാൻ കഴിയാത്തത് വലിയ രീതിയിലുള്ളൊരു മാധ്യമ ശ്രദ്ധ ലഭിക്കാത്തത് കൊണ്ടാകാം എന്ന് വരെ ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും അത്തരം കുറവുകൾ ഇന്ന് പരിഹരിക്കപ്പെടുമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. എന്തായാലും രാവിലെ 10 മണിയോട് ഈ കാര്യങ്ങളിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ ഡാനി ഞാനും രാവിലെ നിന്ന് ഈ വിഷയം സംസാരിക്കുന്നുണ്ടല്ലോ. ബോബി ചെമ്മണ്ണൂരും ഫാൻസും ഒക്കെ ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെ ആയിരിക്കും. ഇന്നലെ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഈ വിഷയം സംസാരിക്കില്ലല്ലോ. എന്തായാലും ആ നാടകം അധികം തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്.